2024 മാർച്ച് 28-ന് തേജസ് MK-1A വിജയകരമായ ആദ്യ പറക്കലിലൂടെ ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു. ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഫെസിലിറ്റിയിൽ നടത്തിയ 18 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷണ പറക്കൽ അടുത്ത തലമുറ ആഭ്യന്തരമായി നിർമ്മിച്ച യുദ്ധവിമാനം ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് MK-1 അടുത്ത വേരിയന്റാണ് തേജസ് MK-1A. രാജ്യത്തെ രണ്ടാമത്തെ ആഭ്യന്തര യുദ്ധവിമാനവും ആദ്യത്തെ സൂപ്പർസോണിക് ലൈറ്റ് വെയ്റ്റ് ഫൈറ്ററുമാണിത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയിൽ സേവനത്തിലുള്ള മിറാഷ് 2000, MiG-29, ജാഗ്വാർ എന്നിവയുടെ പഴക്കം ചെന്ന ഫ്ലീറ്റുകൾക്ക് പകരമായാണ് ഈ നൂതന വേരിയന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തേജസ് MK-1 2016 മുതൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മികച്ച സേവനം നൽകുമ്പോൾ തേജസ് MK-1A കാര്യമായ നവീകരണങ്ങൾ നടത്തുന്നു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാരണം പ്രാരംഭ ഷെഡ്യൂളിൽ നിന്നും 2024 പകുതിയിലേക്കുള്ള ഒരു ചെറിയ കാലതാമസത്തെ തുടർന്ന് 2024 ഡെലിവറി ചെയ്യാനാണ് 2021 ഫെബ്രുവരിയിൽ 48,000 കോടി രൂപയുടെ 83 തേജസ് MK-1A ഓർഡർ ഇന്ത്യൻ വ്യോമസേന നൽകിയത്. തേജസ് MK-1A അതിന്റെ മുൻഗാമി അപേക്ഷിച്ച് 40-ലധികം സുപ്രധാന മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം 80% സ്വാശ്രയത്വം നിലനിർത്തുകയും ചെയ്യുന്നു. തേജസ് MK-1A നിലവിലുണ്ടായ സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, മെച്ചപ്പെടുത്തിയ സാഹചര്യ അവബോധം. അല്പം വലുതാക്കിയ കനോപ്പിയും സൂക്ഷ്മമായ എയറോഡൈനാമിക് പരിഷ്കരണങ്ങളും പൈലറ്റുമാർക്ക് മെച്ചപ്പെട്ട സാഹചര്യ അവബോധം നൽകുന്നു. രണ്ടാമതായി, അഡ്വാൻസ്ഡ് ഏവിയോണിക്സുകൾ. ഇസ്രായേൽ നിർമ്മിത ELBARM-2025 ആക്റ്റീവ് ഇലക്ട്രോണിക്സ് കാണ്ടർ റഡാറിന്റെ സംയോജനം വിമാനത്തിന്റെ സാഹചര്യ അവബോധവും യുദ്ധബലപ്രാപ്തിയും ഗണ്യമായി ഉയർത്തുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ തദ്ദേശീയ റഡാറായ ഉത്തമേയസ് റഡാർ ഭാവിയിൽ ഈ വിമാനത്തിൽ സംയോജിപ്പിക്കപ്പെടുമെന്നും കരുതപ്പെടുന്നു. കൂടുതൽ ശക്തമായ റഡാർ ഉപയോഗിച്ച് തേജസിന് JF-17 വളരെ ദൈർഘ്യമേറിയ റേഞ്ചുകളിൽ നിന്നും കണ്ടെത്താനും ലോക്ക് ചെയ്യാനും JF-17 റഡാർ സ്ക്രീനിൽ ദൃശ്യമാകുന്നതിന് മുൻപ് തന്നെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഉപയോഗിക്കാനും തേജസിന് കഴിയും. മൂന്നാമതായി, വർദ്ധിച്ച അതിജീവനം. ബാഹ്യമായി ഘടിപ്പിച്ച സെൽഫ് പ്രൊപ്പൽഡ് ജാമർ വിമാനത്തിന്റെ ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളെ മികച്ച രീതിയിൽ ശക്തിപ്പെടുത്തുന്നു. നാലാമതായി, മികച്ച എൻഡുറൻസ്. ഇന്ത്യയുടെ ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറി വികസിപ്പിച്ച ഒരു ഓൺബോർഡ് ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം പൈലറ്റിന്റെ എൻഡുറൻസ് വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമതായി, വികസനം പ്രാപിച്ച ആയുധങ്ങൾ. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് അസ്ത്ര എയർ ടു എയർ മിസൈൽ, അസ്ര മിസൈൽ എന്നിവയുൾപ്പെടെ വിപുലീകരിച്ച ആയുധ സ്യൂട്ടുമായാണ് MK-1A എത്തുന്നത്. ആറാമതായി, വർദ്ധിച്ച സ്വദേശിവൽക്കരണം. MK-1A യുദ്ധവിമാനത്തിന്റെ വികസനം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി MK-1A യുദ്ധവിമാനങ്ങളുടെ സ്വദേശിവൽക്കരണ ഉള്ളടക്കം 58% നിന്നും 65% ഉയർന്നിരുന്നു. ഏഴാമതായി, മറ്റ് മെച്ചപ്പെടുത്തലുകൾ. മെച്ചപ്പെട്ട എയർ ഫ്ലോയ്ക്കും ബാഹ്യ ആന്റിനകളുടെ പ്ലേസ്മെന്റുകൾക്കുമായി ഓക്സിലറി എയർ ഇൻടേക്കിന്റെ വർദ്ധിച്ച വലിപ്പം പോലെയുള്ള ചില ദൃശ്യമായ മാറ്റങ്ങളുമുണ്ട്. വളരെ കാലമായി പാകിസ്ഥാന്റെയും ചൈനയുടെയും സംയുക്ത സംരംഭമായ JF-17 HAL തേജസും തമ്മിലുള്ള താരതമ്യം പലരും നോക്കിപ്പോരുന്നതാണ്. കാരണം JF-17 തേജസും ഒരേ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണെന്നതുകൂടാതെ ഈ രണ്ട് യുദ്ധവിമാനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ വാങ്ങാൻ ലഭ്യമാണ്. ഈ രണ്ട് വിമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. 2024 മാർച്ച് 28-നായിരുന്നു തേജസ് MK-1A പ്രൊഡക്ഷൻ വേരിയന്റിന്റെ ആദ്യ ഫ്ലൈറ്റ് സംഭവിച്ചത്. ആദ്യ തേജസ് MK-1A ഡെലിവറി 2024 മധ്യത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. അതേസമയം 2019 ഡിസംബർ 19 ചൈനയിലാണ് JF-17 ബ്ലോക്ക് 3 ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫ്ലൈറ്റ് നടത്തിയത്. പിന്നീട് ആദ്യ ബാച്ച് 2023 മാർച്ചിൽ പാകിസ്ഥാൻ എയർഫോഴ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ നിർമ്മിത ജനറൽ ഇലക്ട്രിക് F404 എഞ്ചിന്റെ സപ്ലൈ ചെയിൻ ചലഞ്ച് തേജസ് MK-1A ഡെലിവറി വൈകുന്നതിൽ കാര്യമായ സംഭാവന നൽകുന്നു. എന്നാൽ ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചതായി ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം JF-17 വിമാനങ്ങൾ റഷ്യൻ RD-93 സിംഗിൾ എഞ്ചിനാണ് പ്രവർത്തിപ്പിക്കുന്നത്. RD-93ക്ക് കൃത്യമായ കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെങ്കിലും റഷ്യ-ഉക്രൈൻ സംഘർഷം കാരണം JF-17 പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങൾ നിലവിൽ വൻ അറ്റകുറ്റപ്പണി പ്രശ്നങ്ങൾ നേരിട്ടു പോരുന്നു. കൂടാതെ LCA തേജസിന്റെ മികച്ച ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോ അർത്ഥമാക്കുന്നത് ഇതിന് കൂടുതൽ ആക്രമണപരമായ മനുവറബിലിറ്റിയോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. അതോടൊപ്പം JF-17 തണ്ടറിനേക്കാൾ തേജസ് MK-1A മനുവറബിലിറ്റിയിൽ മികച്ചു നിൽക്കുന്നതും തേജസിനെ ശക്തമാക്കി മാറ്റുന്നു. ഷോർട്ട് റേഞ്ച് മിസൈലുകളായി PL-5, PL-8 എന്നിവ ഉൾപ്പെടുന്ന ചൈനീസ് മിസൈലുകളാണ് JF-17 ഉപയോഗിക്കുന്നത്.
അതേസമയം LCA തേജസ് തെളിയിക്കപ്പെട്ടതുമെന്നാൽ പഴയതുമായ R-73യോടൊപ്പം അസ്രാം അല്ലെങ്കിൽ മിക്ക IR ഉപയോഗിക്കുന്നു. മീഡിയം മുതൽ ലോങ് റേഞ്ച് വരെ JF-17 ഒരു പൾസ് മിസൈലായ PL-12 മിസൈലാണ് ഉപയോഗിക്കുന്നത്. അതേസമയം 100-ലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡ്യുവൽ പൾസ് മിസൈലായ ഇസ്രായേൽ ഡെർബി ER മിസൈലിനൊപ്പം അസ്ത്ര MK-1 തേജസിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഏത് മിസൈലാണ് മികച്ചത് എന്ന് തെളിയിക്കാനുള്ള നിരവധി പാരാമീറ്ററുകളിലൊന്നാണ് റേഞ്ചെങ്കിലും BVR പോരാട്ടത്തിൽ തേജസിന് നല്ല മുൻതൂക്കമുണ്ട് എന്നത് ഉറപ്പാണ്. LCA തേജസ് MK-1 എന്നത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാട്ടുന്നു. തേജസിനായുള്ള പ്രധാന ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യ അവയ്ക്ക് പകരം ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ക്രമേണ മാറ്റുകയാണ്. എഞ്ചിൻ, ആയുധം, ഏവിയോണിക്സ് തുടങ്ങിയ കൂടുതൽ തദ്ദേശീയ ഘടകങ്ങളുമായാണ് തേജസിന്റെ ഭാവി വേരിയന്റായ തേജസ് MK-2 എത്തുന്നത്. ഒരു പ്രധാന മാറ്റം എന്നത് ഈ വിമാനം ഉപയോഗിക്കുന്നത് GF-414 ഫൈറ്റർ ജെറ്റ് എഞ്ചിനായിരിക്കുമെന്ന് മാത്രമല്ല, ഈ എഞ്ചിൻ ഇന്ത്യക്കകത്ത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പ്രകാരം നിർമ്മിക്കപ്പെടുകയും ചെയ്യും. മറുവശത്ത് മോശം സേവന റെക്കോർഡും ഉയർന്ന പരിപാലന ചെലവും സ്പെയർ പാർട്സ് വിതരണ ശൃംഖലാ പ്രശ്നങ്ങളുമുള്ള ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത സംരംഭമാണ് JF-17. JF-17നുള്ള വികസനത്തിന് പാകിസ്ഥാന്റെ സംഭാവന പരിമിതമാണ് എന്നതുകൂടാതെ JF-17 നിരവധി വിദേശ ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം തേജസ് MK-1 എന്നത് ലൈറ്റ് വെയ്റ്റ് യുദ്ധവിമാനം തേടുന്ന ഏതൊരു രാജ്യത്തിനും യോഗ്യമായ ഒരു യുദ്ധവിമാനമാക്കി മാറ്റുന്നു. JF-17ന്റെ മികച്ച ഗുണമായി പറയപ്പെടുന്ന ഒരേയൊരു ഘടകം അത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നത് മാത്രമാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 150ഓളം JF-17 വിമാനങ്ങൾ 3 രാജ്യങ്ങളിലെ വ്യോമസേനകളുമായി പ്രവർത്തിക്കുന്നു. അതേസമയം തേജസ് MK-1 2014 പകുതിയോടെ മാത്രമേ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. JF-17 തണ്ടർ ഒരു മാന്യമായ പോരാളിയാണെന്നതിൽ സംശയമില്ല എങ്കിലും LCA തേജസിനൊപ്പം ഇവയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ചൈനീസ് വ്യോമസേന JF-17 ഉപയോഗിക്കാതിരിക്കുന്നതിനും അവരുടെ J-7, J-10 യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കാൻ ഇഷ്ടപ്പെടുന്നതിനുമുള്ള ഒരു കാരണം ഇവയൊക്കെയാണ്. ആവശ്യമുള്ള 42 സ്ക്വാഡ്രോണുകൾക്ക് പകരം ഇന്ത്യൻ എയർഫോഴ്സിന് നിലവിൽ 32 സ്ക്വാഡ്രോണുകളാണുള്ളത്. തേജസ് MK-1യുടെ വിജയകരമായ കന്നിപ്പറക്കൽ ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായകമായ ഒരു ചുവടുവയ്പ്പിനെ സൂചിപ്പിക്കുന്നു. അധിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആദ്യ പ്രൊഡക്ഷൻ വേരിയന്റ് ഈ വർഷം പകുതിയോടെ ലഭിക്കും. NAL എയർഫോഴ്സ് സ്റ്റേഷനിൽ ആദ്യ MK-1 സ്ക്വാഡ്രോൺ സ്ഥാപിക്കുന്നതിന് ഇത് വഴിയൊരുക്കുന്നു. മെച്ചപ്പെടുത്തിയ കഴിവുകൾ, വിപുലീകരിച്ച ആയുധങ്ങൾ, നൂതനമായ ഏവിയോണിക്സ് എന്നിവ ഉപയോഗിച്ച് തേജസ് MK-1 ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധ ശേഖരത്തെ ശക്തിപ്പെടുത്തുകയും യുദ്ധവിമാന വികസനത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാശ്രയത്വത്തിന് അടിവരയിടുകയും ചെയ്യുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ 300-ലധികം തേജസ് വിമാനങ്ങളും അതിന്റെ വകഭേദങ്ങളും വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അധിക 10 സ്ക്വാഡ്രോണുകളുടെ ആവശ്യകത നിറവേറ്റുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MK-1 പ്രോഗ്രാമിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റായി തുടക്കത്തിൽ പദ്ധതിയിട്ടിരിക്കുന്ന കൂടുതൽ നൂതനമായ MK-2 വേരിയന്റിന്റെ വികസനത്തിന് സഹായകമാകുമെന്നും കരുതപ്പെടുന്നു.